എന്റെ അമ്മേ. ഇറാൻ വെടി നിർത്തി. ഒരു ഇറാനും ഇറാഖും ഒറ്റ പത്രം വായിക്കാൻ കൊള്ളില്ല, മുഴുവൻ വെടിയാ. ഇന്ന് മുതൽ പത്രം വായിക്കാനും സമ്മതിക്കില്ല, കിഴവൻ കുണ്ടാണ്. പേപ്പർ ചെന്നേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് പൂരമാ. 3 പടമാണ് റിലീസ്. 2 മൾട്ടിവിറ്റാമിൻ, അതായത് നസീർ മധു, ഒന്ന് ബെറ്റന്റെ സ്കോപ്പ്, പിന്നൊന്ന് ജെയിംസ് ബോണ്ട്. അയ്യോ കാണിക്കാതെ. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. അവിടെ തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. നസീറും ലക്ഷ്മിയൊക്കെ വന്നാണ്, അതാ ലാത്തി ചാർജ്. ഒന്ന് മിണ്ടാതിരുടെ അമ്പിളിക്കുട്ട. വർഗീയ സംഘടനത്തിൽ 4 ആൾക്ക് പരിക്കേറ്റു. ഏക്കും യവന്മാര് തമ്മിലടിച്ച് ചാകും, അല്ലെങ്കിൽ രാജ്യം ആണുങ്ങൾ ഭരിക്കണം. ഈ നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത പാവങ്ങളുടെ രോമാഞ്ചങ്ങളായ സിനിമാ താരങ്ങൾക്കാണ്. ഏറെ താമസിയാതെ ഈ സൂപ്പർ സ്റ്റാർ അമ്പിളിക്കുട്ടനും ഒരു മന്ത്രിയാകും. സൂപ്പർ സ്റ്റാറോ? നിനക്ക് ആരെന്ത് വേഷം തരാനാ കുറഞ്ഞ? നിങ്ങൾ ഈ പറഞ്ഞ് പിൻവലിക്കണം. ഞാൻ നിങ്ങളുടെ വെറും ഒരു വേലക്കാരനായി പോയെന്ന് വെച്ച് പ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ? പിൻവലിക്കുന്നോ ഇല്ലയോ? ഇല്ല, നിങ്ങൾ വെള്ളം അടിക്കാൻ ഞാൻ അടുക്കളയിൽ 1000 കൂട്ടം ജോലി കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ തള്ളയെ ഡൈവേഴ്സ് ചെയ്യണം കേട്ടാ. ഡൈവോഴ്സ് ചെയ്യും? അതെ. ഈ തള്ള അതിന് ശേഷം നിങ്ങൾക്ക് മേൽഗതി ഉണ്ടായിട്ടുണ്ടോ? എന്തോ അവൻ പറഞ്ഞത് ശരിയാണല്ലോ. ഇതാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത്. ഭാര്യയും കിളി പോലെ 2 മക്കൾ. ആഹാ, നിങ്ങൾ എന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനൊക്കെയാ തലയിൽ എഴുതണമെന്ന് പറയുന്നത്. ഇനിയിപ്പോ വയസ്സാം കാലത്ത് സഹിച്ചോ? എടി തങ്കമ്മേ, നീ ഇതുവരെ ആട്ടി കഴിഞ്ഞില്ലേ? ബാക്കി ജോലികൾ ഒതുക്കി വെച്ചിട്ട്. ഓ, നിനക്കിവിടെ ഭയങ്കര ജോലിയല്ലേ? ഞാൻ അന്നേ പറഞ്ഞ ചുട്ടിത്തലയിലോട്ട് എനിക്കിവിടെ വേലക്കാരി വേണ്ടെന്ന്. നോക്കിയിരിക്കാൻ നീ അങ്ങ് കഴിവാറടി. 3 നേരം മൂക്കുമുട്ട തിന്ന് ചെനിച്ചിരിക്കുന്ന കണ്ടില്ലേ അമ്മിളിക്കുട്ട? ഒരു പന്ന കിളവി ചാവുകയില്ല, കട്ടിൽ ഒഴിയുകയില്ല, അഴുക്ക കിളവി. എന്താ അമ്മച്ചി? എടാ, നീ അവിടെ എന്ത് ചെയ്യാറുണ്ടോ? ഞാൻ ഈ പുറം പറക്ക്, ഈ ചപ്പ് ചിപ്പ് പറക്കുക. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, മര്യാദക്ക് ജോലി ചെയ്യാൻ ആവെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ല, എന്റെ ഒരു തലവിധിയെ, മോളില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ? കിളവി ചാവാതെ അവര് പടി അവട്ടത്തില്ല. നീ എന്ത് പറയാ എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത്? അവള് പോട്ടടാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അറുവാണിക്ക് ഈ പടി കയറ്റില്ല. വല്യമ്മച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാവം ചേച്ചി വീട്ടിൽ കിടന്ന് ജാവത്തേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അല്ലമ്മച്ചി, അമ്മച്ചി ജീവനോട് ഇരിപ്പില്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാത്തെ. രാവിലെ എന്താ ഇവിടെ കിടന്നൊരു ബഹളം? ഈ യന്ത്രങ്ങൾ കാരണം എനിക്കിവിടെ ജീവിക്കണ്ട. വെറുതെ നീ എന്നെ കൈ മാരിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അമ്മയും മോനും കൂടെ ഐക്യം തന്നെയാണല്ലേ? രാവിലെ വെറും വയറ്റി എന്നെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? വൈകിട്ട് സ്മാൾ അടിക്കുന്ന കാര്യം ഞാൻ അമ്മച്ചിയോട് പറയും. നിങ്ങളുടെ കുട്ടികൾ എന്റെയും കുട്ടികളാണ്. ഇവരെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാവും. സ്കൂള് വിട്ടാ പിന്നെ അവരിവിടെയാണല്ലോ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല. കാര്യമായിട്ടുണ്ടെങ്കിലും ഒരുക്കിക്കോണം. തിന്നു തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്ത് വേണം ഇവിടെ എപ്പോഴും ഒരു തീറ്റ കാര്യം? നിനക്കൊന്നും തിന്നാനില്ലാത്ത പോലെ. കേട്ടോടി പെണ്ണെ, ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങൾ തിന്നണില്ല, എല്ലാം വേലക്കാരി കൊണ്ടുപോവാ. അമ്മേ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അതായത് ഇവളെന്റെ കഴുത്തിൽ കെട്ടി ചേർന്നിട്ട് ഇന്ന് 9 വർഷം തികയാണ്. അമ്മ വരണം. അപ്പൊ ഒന്ന് പായസം, പപ്പടം, ശർക്കരപ്പേരി ഒക്കെ കാണും. എനിക്ക് മധുരം വെച്ച ജീവന. എന്റെ ചുറ്റിത്തലേനും അങ്ങനെ തന്നെയാ. അല്ലേ മോനെ? നമുക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. വരും മോനെ. പിന്നെ എനിക്ക് ഈ പാൽപ്പായസവും പുല്ലൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കിളവരുടെ മുമ്പിൽ സമ്മതിച്ചെന്നുള്ളൂ. എനിക്ക് നീ ഒരു സ്മോൾ മേടിച്ച് അവിടെ വച്ചേക്കണം. പിന്നെ അമ്പിളിക്കുട്ടിന് ഇത് അറിയും കേട്ടോ. അറിഞ്ഞൊരു തുള്ളി എനിക്ക് കിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഏറ്റു. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കുടിക്കാനല്ലല്ലോ ആലോചിക്കുന്നത്. എന്നാലും ആരെങ്കിലും കണ്ടാൽ വാങ്ങിച്ചളെ. എത്രയാ? 30 രൂപ. സെറ്റ്
തെറ്റിദ്ധരിക്കരുത്, ഇതെനിക്ക് കുടിക്കാനല്ല കേട്ടോ. ആര് കുടിക്കാൻ ഞങ്ങൾക്ക് എന്താ സാറേ? അതെ, ഈ ശീലമൊന്നും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നതാ? ഇന്ന് ബിജിമോനും മിനിമോക്കും കോളാ. പായസം കുടിക്കാം, അലുവ തിന്നാം. എന്താണോ വിശേഷം? അയ്യോ അറിയത്തില്ലേ, ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണമാ. കല്യാണം കഴിച്ച ദിവസമാ. എന്തിനാ മാമ കല്യാണം കഴിക്കുന്നത്? കുഴഞ്ഞ പലരും പലതും കഴിക്കില്ലേ, അതുപോലെ കല്യാണവും കഴിക്കുന്നത്, വെറുതെ ഒരു രസത്തിന്. അതാ അച്ഛൻ നമ്മൾ ഇന്ന് വിളിക്കാൻ വരാഞ്ഞത്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് സിനിമയ്ക്ക് പോയിരിക്കും. നിങ്ങൾ വിഷമിക്കാതെ, എന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്ന നിങ്ങളെ. എനിക്ക് ആരെങ്കിലും പെണ്ണ് എന്നിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ? എനിക്ക് തങ്കം തന്നെ കാരണം. തങ്കം വേണു പരിഭവിക്കരുത്. ഇന്ന് എനിക്ക് വരാനാവില്ല, അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഈ നിലയിൽ അങ്ങോട്ട് വരണ്ടെന്നേ ഞാൻ പറയൂ. അതാണ് വേണുവിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വരട്ടെ. അവിടെ വിട്ട പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും. എടാ സമാസമം ഒഴിക്കണം. മനസ്സില്ല. കാശ് നിങ്ങളുടെ ആണെങ്കിലും മേടിച്ചോണ്ടിരുന്നത് ഞാനാ. അതുകൊണ്ട് കിളവിയോട് പറയും. ഇതിന്റെ അച്ഛനുണ്ടല്ലോ കൃഷ്ണൻ, അവൻ ഇവിടെ ജോലിക്കുണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്വഭാവം. അല്ല, മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ. വേറെ വെള്ളം എടുത്തുകൊണ്ടെന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ തന്ത യോഗ്യനായിരുന്നേ. 2 അച്ചിമാര്, അതിലൊരെണ്ണം ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ മാനം നീ കളയും. എനിക്കുണ്ട് മാനം. ഇതും കൂടെ പഠിപ്പിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങിക്കോണം. ബഹളം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കിളവിയോട് പറയും. എന്നാ മുഴുവനും കൂടെ നീങ്ങളും കുടിച്ചോ. പോയി പറയണ ഞാൻ ഇപ്പൊ ഇല്ല, ഞാൻ പറ. നീ അകത്തേക്ക് കഥടയ്ക്ക്. കുടിച്ച വയറ്റി കിടക്കണം, ഛർദിച്ച് കളയരുത്, കുടിച്ച കാശ് പോകാം. ആരെയാള്? യവൻ വെള്ളവാ, എന്റെ ജാതിയാ. എന്നെ പോലെ സൂപ്പർ സ്റ്റാർ അല്ല, സൂപ്പർ കുടിയല. ഇയാളെ വിളിച്ചോട്ട് പോവാമോ? അത് ഞാനേറ്റു. വീട്ടിൽ പോവാ. വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ, പോടാ. നിന്റെ ഇനി 18ാമത്തെ അടവെടുത്താലേ പറ്റൂ. വെള്ളം ഇറങ്ങാൻ ഒറ്റ പ്രയോഗമേ ഉള്ളൂ, വെള്ളപ്രയോഗം. എനിക്ക് 1 മന്ത വെള്ളം വേണം, ഞാൻ എടുത്തോളാം. വെള്ളം എന്തുവാ ഇത്? ഇത് ചക്കയാ. ചക്ക? വരിക ചക്ക? പഴുതല്ലേ? എങ്ങനെയുണ്ട്? ഇല്ലയോ? വീട്ടിൽ പോവാൻ അടിച്ച് നിന്റെ വലയെടുക്കും. പലപോട്ടോ. അതുകൊണ്ടല്ലേ ചേട്ടനെ ഈ നിലയിൽ ഇവിടെ ഇട്ടിട്ട് പോയാ എനിക്ക് മനസ്സ് വരാത്തത്. പോവാ തൊഴു സാറിനെ തൊഴു. അയ്യോ നല്ലവനാ സാറേ. അത് സ്മോൾ മേടിച്ച് വെച്ചിട്ടില്ലേ? ഇല്ല. വാങ്ങിച്ചു ചേട്ടനോട് നിൽക്ക്, ഞാനും എടുത്തിട്ടില്ല. ഏയ്, ഞാൻ അടുത്തേക്ക് വരാം. സിന്ധു മോൾക്ക് നല്ല അവൾ എന്റെ മോളാ. ആടോ എന്റെ വേണു, ആ കിളവിയുടെ കണ്ണു വെട്ടിച്ച് വരാൻ പെട്ടൊരു പാട്. താനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് നല്ല അറിയാം. 85 വയസ്സായി, ഇനിയിപ്പോ അതിനെ കൊല്ലാൻ പറ്റുമോ?
ഞാൻ കിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അന്തർരഹസ്യം മോൾക്ക് മനസ്സിലായോ? ആ എന്റെ സിന്ധു മോളുടെ ദീർഘ ദാമ്പത്യത്തിന് കേട്ടോ വേടൂ, 54 ഞാൻ തെമ്മല ഫോറസ്റ്റ് ഓഫീസറായിരിക്കുന്ന കാലം അന്നൊരു പ്ലാവിനെ വെടിവെച്ചാൽ എനിക്ക് 2 ദിവസത്തേക്കേ തികയൂ. അന്ന് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ബോഡി. 4 ആളെ ഞാൻ മലത്തും. ആ അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നു. കൊല്ലത്ത് വെച്ച് ഞാനൊരു ഗുസ്തി മത്സരം നടത്തി. ആരൊക്കെയായിരുന്നു ഫയൽമാന്മാരെന്നറിയാമോ? മണക്കാടനും ഇലക്ട്രിക് മൊയ്തീൻ കുഞ്ഞും. മണക്കാടന്റെ കയ്യിൽ മൊയ്തീൻ പെട്ടാ പിന്നെ ശവമാ. ഓ ഇത് ലാർജ് ആണല്ലോ, വളരെ സ്റ്റിഫാണ്. വെള്ളം ഒഴിച്ചില്ല അല്ലേ? വെള്ളം ഒഴിച്ചതാ. ചേട്ടൻ കഴിച്ചാട്ടെ. വെള്ളം ഒഴിച്ചതാണല്ലോ, കുടിക്കാമല്ലോ. എന്നെ പിടിക്കൊന്നും വേണ്ട. ബ്രാൻഡി ഞാനാ കുടിച്ചത്, എന്നെ ബ്രാൻഡി കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ മോളെ നിനക്ക് ദീർഘ സുമംഗലി പോവാ. സുമംഗലി പോവാ, സുമംഗലി പോവാ, സുമംഗലി. ഓരോ നാശങ്ങൾ വന്ന് കയറും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ആവട്ടെ. വിശേഷം വല്ലതുണ്ടോ മോനെ? ഒരു ചെറിയ പൂജയുണ്ട്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ ദേവി പൂജയാണെന്ന് വെക്കാം. ഇന്ന് ബുധനാഴ്ചയല്ലേ? അത് വൈകുണ്ഠ നമസ്കാരാ. അതെന്തൊരു നമസ്കാരാണ്? ഈ വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. പൂജ വൈകുന്നേരം. സാധനമൊക്കെ നേരത്തെ വാങ്ങിയേ ഉള്ളൂ. എന്നെ കൂടി വിളിക്കണേ. ഓ നീ ഇങ്ങനെ പൂജയും ഭക്തിയായിട്ട് നടന്നോ? അവളിങ്ങനെ കണ്ടമാനം നടക്കണ്ടേ, ചുമ്മാതെയല്ല. അച്ഛ ഈ ബിജുമോൻ തൊഴുന്നില്ല. അമ്മേ ബാത്റൂം എന്തിനാ പൂജ? അങ്ങോട്ട് മാറി നിൽക്ക്. രണ്ടുപേരും അച്ഛന്റെ കൂടെ പോയി കുളിച്ചിട്ട് വാ. ബാത്റൂം പൂട്ടാണല്ലോ, പിന്നെങ്ങനെ കുളിക്കുന്നത്? നമുക്കിന്ന് കിണറ്റുകര പോയി കുളിക്കാം. രാജമ്മ തുണി കഴുകുകയാണല്ലേ? എന്താ കാണാൻ നീ? കണ്ടു കണ്ടു, അതുകൊണ്ടല്ലേ ചോദിച്ചേ. കഷ്ടം, തുണി തിരുമി തിരുമി രാജമ്മയുടെ കൈ വേദനിക്കുന്നുണ്ടാവും. അയ്യോ, രാജമ്മയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഞാനേറ്റു. എന്തിനാണ് വെള്ളമല്ല പോയി കളയുന്നത്? അവൾ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ.
അല്ല വേണോട്ടാ, ഈ ശരീര സൗന്ദര്യം നിലനിർത്താൻ വെള്ളം കോരുന്ന നല്ലതാ. എല്ലാ സൂപ്പർ സ്റ്റാറുകളും അങ്ങനെയാ. ചേട്ടാ എനിക്കെണ്ണ കണ്ടിട്ടുണ്ടോ? അവന്റെ നിറവാ. ദിവസവും രാവിലെ ഒരു കിണറിലെ വെള്ളം മുഴുവൻ കോരി വറ്റിക്കും. എന്റെ രാമറാവു ഇപ്പം വെള്ളം എമ്പോക്കി നീ ഇവിടെ എന്തെടുക്കാ? അപ്പം ഞാൻ വേണമായിട്ടൊരു വെള്ളം കോരി കൊടുക്കുവാ. കിളവി ഒരു ശല്യത്തല്ല. അയ്യോ എഴുന്നള്ളി വരുന്നു. എടാ നീ പോയി ആ വേഗമൊക്കെ ഒന്ന് വെട്ടി കയറിയിടാ. വിറകൊക്കെ എന്തായാലും വെട്ടി കയറിയിട്ട് ഇനി വേണേ കട്ടിലും കത്തരയും കയറിയിടാ. നീ പോടാ അധികപ്രസം പറയാതെ. അമ്മയ്ക്കില്ല. അല്ല ഇന്നെന്താ പതിവില്ലാതെ കെൻറ്റിക്കരയിലൊരു കുളി? ബാത്റൂമേ പൈപ്പ് കേടാ അതുകൊണ്ടാണ്. അത് അമ്പിളിക്കുട്ടിയോട് പറഞ്ഞ് ശരിയാക്കിക്കാലോ. എടാ അമ്പിളിക്കുട്ടാ, വേണ്ടമേ, ഞാൻ ശരിയായിക്കൊള്ളാം. മോളെ നീ ഇന്നെന്താടി ബാങ്കിൽ പോവാഞ്ഞേ? എനിക്ക് നല്ല സുഖമില്ലമ്മേ. അതിനിങ്ങനെ കിടന്നാ മതിയോ? വല്ല ഡാക്ടറിന്ന് കാണിക്കേ. അത്രയ്ക്കൊന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന. ഓ അത്രയ്ക്കുള്ളോ? എന്നാ ഇച്ചിരിക്കോളം കടുകാച്ചിടും. ഞാൻ വേണ്ടമ്മേ, ബുദ്ധിമുട്ടണ്ട. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എടി നീ എനിക്ക് ചക്ക പൈസ തരാന്ന് പറഞ്ഞിട്ട് എവിടെടി? അല്ലെങ്കിൽ നീയൊരു ഈ മുറി എന്തിനാ പൂട്ടിട്ടിരിക്കുന്നു? ഓ നാറ്റം സഹിക്കാൻ വയ്യ. ഇതൊന്ന് തുറന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുക. അല്ല എന്തിനാടി ഈ കുളിമുറിയിൽ ചാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനെങ്കിലും ആവട്ടെ, നീ ഒന്ന് പോയി തന്നാ മതി. അങ്ങനെ വരട്ടെ. എന്നാലും നിന്റെ ഒരു മനസ്സിലിരിപ്പേ. ഞാൻ അറിയാത്തതും കാണാത്തതും പലതും ഇവിടെ നടക്കുന്നുണ്ട്. പലതും നടക്കും. നിങ്ങൾക്കെന്താ? അയ്യോ എനിക്കൊന്നുമില്ല. പക്ഷേങ്കിലേ നീ രണ്ടു കൊച്ചുങ്ങളെ തള്ളയാണെന്ന് മനസ്സിലാക്കണം. അല്ല അവനൊരു പാവായതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോ, ഞാൻ പോവാ.